മന്ത്രിയും സിറ്റിംഗ് എംപിയും പോരാട്ടത്തിനിറങ്ങുന്ന മണ്ഡലം. വോട്ട് ഓൺ വീൽസ് ഇന്ന് എത്തി നിൽക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പാലക്കാട് ജില്ലയിലെ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നീ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും നിലനിർത്താൻ UDFും പരിശ്രമിക്കുമ്പോൾ ഇത്തവണ വിജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. LDFിനായി മന്ത്രി K രാധാകൃഷ്ണനും UDFിനായി സിറ്റിംഗ് MP രമ്യ ഹരിദാസും മത്സരരംഗത്തുള്ളപ്പോൾ NDAക്കായി മത്സരിക്കുന്നത് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസുവാണ്. ഇത്തവണ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. പാട്ടും പാടി ജയിക്കുമെന്നാണ് സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന്റെ പക്ഷം. വോട്ടുനില ഉയർത്തി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി TN സരസുവും പറയുന്നു. രാജ്യത്ത് ജനാധിപത്യം തകർക്കപ്പെടുകയാണെന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചത് അന്നാണ് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത്. രാജ്യത്ത് അസമത്വം പെരുകുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ വലിയ അസമത്വത്തിലേക്ക് നീങ്ങുകയാണെന്നും ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി K രാധാകൃഷ്ണൻ പറയുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. ഇടതും മതനിരപേക്ഷ ശക്തികൾ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഓരോ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതാണ് ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ വേണ്ടത്ര ആളുകൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ മതേതരത്വം തകർക്കപ്പെടുന്നു എന്ന് പറയുമ്പം വേണ്ടത്ര മനസ്സിലാക്കില്ല. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങൾ തകർന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും വേണ്ടത്ര ഉൾക്കൊണ്ടില്ല. നോക്കൂ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഏതാനും ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് ലോക്കപ്പിലിടുകയും ജയിലിലടക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മാറുന്നു. അവരുടെ അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് വെച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ വന്നപ്പോൾ നിങ്ങളെല്ലാം കണ്ടത് അല്ലേ? ഞാൻ പറയാതെ തന്നെ അറിയാം. അവിടെ 3 സ്ഥാനാർത്ഥികളാണ് വന്നത്. ഒന്ന് പാലക്കാട് സ്ഥാനാർത്ഥി, പൊന്നാനി സ്ഥാനാർത്ഥി, മലപ്പുറം സ്ഥാനാർത്ഥി. ആലത്തൂർ സ്ഥാനാർത്ഥി എന്നായിട്ടുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ 2 സ്ഥാനാർത്ഥികളെ കയറ്റാൻ സ്ഥലമുള്ളെന്ന് പറഞ്ഞല്ലോ വണ്ടിയിൽ. ഒരു സ്ഥാനാർത്ഥിയെ കയറ്റിയില്ല. കയറ്റാത്ത സ്ഥാനാർത്ഥി ആരായിരുന്നു? ആ സ്ഥാനാർത്ഥിയുടെ പേരെന്തായിരുന്നു? അത് മതേതരത്വം തകർക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ടോളറൻസ് കാണിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശമാണ് പാലക്കാട് ഇന്ത്യൻ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയപ്പോൾ കാണിച്ചു കൊടുത്തത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോലും അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നല്ലപോലെ ആലോചിക്കും. മന്ത്രിയായപ്പോഴും മന്ത്രിയുടെ പകിട്ടോടെ ആരും തന്നെ കണ്ടിട്ടില്ലെന്നും K രാധാകൃഷ്ണൻ. മന്ത്രി കൂടിയാണല്ലോ, അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്തകളുണ്ടാവും ഈ പ്രചരണം. ഞാൻ മന്ത്രിയായപ്പോഴും ആളുകൾ മന്ത്രിയായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നെ ഇവിടുത്തെ ഒരു സാധാരണ ആളായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ ഒരു പകിട്ടലോടുകൂടിയൊന്നും എന്നെ കാണാറില്ല. സാധാരണ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഈ വടക്കാഞ്ചേരി ഇവിടെ പ്രീ ഡിഗ്രി വ്യാസയിലാണ് പഠിച്ചത്. അന്ന് തൊട്ട് വടക്കാഞ്ചേരിയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു. അതിന് മുമ്പേ ഉണ്ട് വടക്കാൻ. ആലത്തൂർ ജനത ഒപ്പം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം മൊത്തം ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. 20 സീറ്റിൽ 19 സീറ്റിൽ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ടു. ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കാൻ ഉള്ള വലിയ ഇതാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആലത്തൂർ മണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്നുള്ളത്. 2019 പുതുമുഖമായിരുന്നെങ്കിലും 2024 മത്സരരംഗത്തെത്തുമ്പോൾ ആലത്തൂരുകാർക്ക് പരിചിതയാണ് താനെന്നാണ് സിറ്റിംഗ് MP രമ്യ ഹരിദാസിന്റെ വാദം. ഇന്ത്യൻ പാർലമെന്റിൽ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയരണമെന്നും രമ്യ പറയുന്നു. ഇത്തവണയും പാട്ടും പാടി ജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസവും രമ്യയ്ക്കുണ്ട്. അന്ന് നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ചാനലിലൂടെയും ഒക്കെ നിങ്ങൾ പറഞ്ഞറിഞ്ഞും നിങ്ങളുടെ സംവാദങ്ങളിലൂടെയും അറിയാവുന്ന രമ്യ ഹരിദാസിനെയായിരുന്നു പിന്തുണച്ചത് എങ്കിൽ ഇത്തവണ 5 വർഷം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിലെയും ഒരു അംഗമായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി ചേർന്നുകൊണ്ട് അവരുന്നയിച്ചിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് വീണ്ടും
ഒരു തെരഞ്ഞെടുപ്പിനകത്തേക്ക് പോകുമ്പോൾ പാർട്ടിയും മുന്നണിയും പറഞ്ഞിരിക്കുന്ന പ്രകാരം തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഒരു വലിയ പിന്തുണ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലംകാരുടെ ഒരു വലിയ പിന്തുണയും ഒരു പ്രാർത്ഥനയും ഒരു കുടുംബാംഗവുമായിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. പാട്ട് പാടുന്നതിനൊക്കെ ഭയങ്കര ട്രോളുകളൊക്കെ മുമ്പൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് പാട്ടും പാടി ജയിക്കുന്നത്? പാട്ടുപാടി ട്രോളിക്കൊണ്ടിരിക്കുന്നവർ ട്രോളുക തന്നെ അവർക്ക് നിർവാഹമുള്ളൂ. കാരണം അവരൊരു ട്രോൾ ഇറക്കിയതുകൊണ്ടോ അവരൊരു പരാമർശം അല്ലെങ്കിൽ കളിയാക്കിയത് കൊണ്ടോ അതിനകത്തൊന്നും തളരാൻ പോകുന്ന ഒരാളല്ല. എൻ്റെ മുൻപിൽ വരുന്ന അമ്മമാർ എൻ്റെ കുടുംബാംഗങ്ങളാണ്. എൻ്റെ അമ്മയെപ്പോലെയുള്ളവരാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അതൊരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലിടത്തിൽ പോയാൽ പോലും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഭക്ഷണം നമുക്ക് വാരി തരുന്ന സമയത്ത് എൻ്റെ അമ്മ നൽകുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അവരൊരു പാട്ട് പാടാൻ പറയുമ്പം എൻ്റെ അമ്മ എന്നോട് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക്. അപ്പോൾ അത് അവർ പാടാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, എൻ്റെ മണ്ഡലത്തിലെ എല്ലാ മിടുക്കരും മിടുക്കികളുമായിരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും ആവേശമുള്ള എനർജിയുള്ള കുഞ്ഞുങ്ങളും ഒക്കെ വഴിയിലൊരു പാട്ട് പാടണം എന്ന് പറയുന്ന സമയത്ത് അത് പാടാതെ പോകാൻ ഞാൻ ധിക്കാരിയായിരിക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയല്ല. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. അപ്പം എൻ്റെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് സംസാരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ചില വേദികളിലൊക്കെ ചെല്ലുമ്പം വിഷയാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അമ്മമാർ പറയും ഇതേ ഒരു പാട്ട് വേണം കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ വിഷയവുമായി കണക്ട് ചെയ്യുന്ന ഒരു പാട്ട് പാടുന്നു. അപ്പം അവരത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവരത് ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ അത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ആരെന്തൊക്കെ പറഞ്ഞാലും എന്ത് ട്രോള് വന്നാലും അതൊന്നും ആലത്തൂർ പാർലമെൻറ്റിനകത്ത് വിലപ്പോകില്ല. ഇപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു ധിക്കാരി ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കില്ല. അപ്പോൾ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു സ്കൂളാണ് ലൂർദ് LMHS സ്കൂളിൻ്റെ മുറ്റത്ത് ചേർന്ന് നിൽക്കുന്ന മഠത്തിനോട് ചേർന്ന് ചർച്ചിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളൊരു പാട്ട് പാടാൻ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിനകത്തേക്ക് ഓടി വരിക കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. BJP ഇത്തവണ മണ്ഡലം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി TN സരസു. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. ഈ പ്രാവശ്യം മോദിജിക്ക് തന്നെ ആലത്തൂരിൽ നിന്ന് ഒരു MP കിട്ടും എന്നുള്ളതാണ് ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. ഇപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരെ കൊണ്ടും ഈ നാട് രക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുന്ന ഉടനെ ഇപ്പം നമ്മൾ ലോകത്തിൽ ഏതാണ്ട് 1ാം സ്ഥാനത്തേക്ക് അധികം താമസിയാതെ നമ്മൾ എത്തും. മോദിജിയുടെ അടുത്ത പ്രധാനമന്ത്രി പദം കൂടെ വരുമ്പോഴത്തേക്കും ലോകത്തിലെ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ആലത്തൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യത്തിന് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. രാധാകൃഷ്ണൻ നല്ലത് ആർക്ക് എന്ത് വേണ്ടി ചെയ്താലും അവർ ജയിക്കുന്നു വിശ്വാസമുണ്ട്. സാഹചര്യം അനുസരിച്ച് UDF ജയിക്കുന്നതാണ് വിചാരിക്കണത്. ഒന്നും ഉറപ്പാൻ പറ്റും പ്രശ്നം. ഞാനെന്തായാലും രാധാകൃഷ്ണനെ വോട്ട് ചെയ്യുള്ളൂ, ഉറപ്പാണത്. വടക്കാഞ്ചേരി 90% രാധാകൃഷ്ണനായിരിക്കും. എമ്മിക്കും കുഴപ്പമൊന്നുമില്ല, ചീത്തപ്പേരൊന്നുമില്ല, പക്ഷെ പ്രവർത്തനവുമില്ല. ആ ഒരു ദോഷമുള്ളൂ. രാധാകൃഷ്ണൻ്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം പ്രാവശ്യം രാധാകൃഷ്ണൻ ജയിക്കാനാണ് സാധ്യത. പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ഇത് കാരണം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തോന്നാനുള്ളത് ജയിക്കും. സാധ്യത കൂടുതൽ എമ്മിക്ക് തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ആരെന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് എന്തെന്നാ പറയണമെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. ആരാ നല്ലതെന്ന് വെച്ചാൽ അവർ ജയിക്കട്ടെ എന്ന് പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. LDF ജയിക്കും. കാരണം രാധേട്ടനാണല്ലോ നിൽക്കുന്നത്, പിന്നെ അവരുടെ ഭരണം നമ്മൾ കാണണമാണല്ലോ. ഞാൻ ഉറപ്പ് പറയില്ല, പറയാൻ പറ്റില്ല. ഇവിടെ വടക്കാൻ ആലത്തൂർ മണ്ഡലം രാധാകൃഷ്ണൻ. ഇവിടെ രാധാകൃഷ്ണൻ മാത്രമേ ജയിക്കൂ, വേറെ ആരും ജയിക്കില്ല. രാധാകൃഷ്ണൻ ഞങ്ങൾ അത്രത്തോട്ട് അടുപ്പുള്ള ആളാണ്. ഇവിടെ മന്ത്രിയായിട്ട് ഞങ്ങൾ ഇവിടെ പലയിടം വന്നല്ല രാധാകൃഷ്ണൻ. ഇല്ല, എല്ലാവർക്കും ഈക്വൽ സാധ്യതയാണ്. ശക്തമായ മത്സരം നടക്കുന്ന ആലത്തൂരിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.